അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 9-ാം സങ്കീർത്തനം 9-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 9-ാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് നേരിട്ട പ്രതിസന്ധികളും ശൗൽ മുഖാന്തരം അവൻ അനുഭവിച്ച കഷ്ടങ്ങളും അനവധിയായിരുന്നു. മേൽപോട്ട് നോക്കുവാൻ പോലും കഴിയാത്ത വിധം പ്രതിസന്ധിയാണ് ശൗൽ ദാവീദിന് വരുത്തിയത്. ശൗൽ എന്ന ശല്യത്തെ ദാവീദിന് നിഷ്പ്രയാസം തീർക്കാമായിരുന്നു. പല പ്രാവശ്യം ശൗലിനെ കൊല്ലുവാൻ ദാവീദിന് അവസരം ദൈവം ഒരുക്കി കൊടുത്തു. എന്നാൽ ശൗലിനെ ദാവീദ് കൊന്നിരുന്നെങ്കിൽ ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷൻ ആകുമായിരുന്നില്ല. ദൈവം ഒരു വ്യക്തിയെ പരിശോധിച്ച് അവൻ കൊള്ളാകുന്നവനാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഏത് പദവിയിലും ദൈവം ആ വ്യക്തിയെ സ്ഥിരപ്പെടുത്തുകയുള്ളൂ. പ്രതിസന്ധികൾ ദാവീദിന് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവം അവനെ കൊടുത്തിരുന്നു. 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിൻ്റെ കഷ്ടസമയത്ത് അവനെ ഒറ്റയ്ക്ക് വിടാതെ അവനെ സഹായിക്കുവാൻ അനേകരെ ശൗലിൻ്റെ കൂട്ടത്തിൽ നിന്നും തന്നെ ദൈവം ദാവീദിൻ്റെ അടുത്തേക്ക് ദാവീദിനെ സഹായിക്കുവാനായി പറഞ്ഞ് അയച്ചിരുന്നു. ദാവീദ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലായിട്ടുണ്ടോ അവനെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി അവനെ സംരക്ഷിക്കുമായിരുന്നു. കാരണം വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട മരുഭൂമിയിലും ദാവീദ് ദൈവത്തിനായി ദാഹിക്കുമായിരുന്നു. യഹോവയിൽ മാത്രമായിരുന്നു ദാവീദിൻ്റെ ആശ്രയം. രക്ഷിക്കുവാനും വിടുവിക്കുവാനും യഹോവ ശക്തനാണെന്ന് സിംഹത്തിൻ്റെ മുമ്പിലും കരടിയുടെ മുമ്പിലും ഗോലിയാത്തിൻ്റെ മുമ്പിലും ദൈവം ദാവീദിന് തെളിയിച്ചു കൊടുത്തു. ഒറ്റക്കാര്യം മാത്രമേ ദാവീദ് ചെയ്തിരുന്നുള്ളൂ: ദൈവത്തോട് അകൃത്യം ചെയ്യാതെ തന്നെത്താൻ കാത്തു. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ യുദ്ധങ്ങളെല്ലാം ദൈവം തന്നെ ഏറ്റെടുത്ത് നടത്തുകയും വിജയം ദാവീദിനെ നൽകുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒരു പക്ഷേ ദാവീദ് അനുഭവിച്ച പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ നാം ആരും അനുഭവിക്കുന്നുണ്ടാവുകയില്ല. ഒരു സിംഹമോ കരടിയോ ഗോലിയാത്തോ ശൗലോ നമ്മെ മുന്നോട്ട് വിടാതെ തടയുന്നുണ്ടാവുകയില്ല. എന്നാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏത് പർവ്വതമാണെങ്കിലും അതിന് സമഭൂമിയാക്കി തീർക്കുവാൻ ദാവീദിൻ്റെ ദൈവത്തിന് ഇന്നും സാധിക്കും. നാം ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് സഹായം തരുന്നവനും നമ്മുടെ വഴി കുറവ് തീർത്തു തരുന്നവനും നമുക്ക് വേണ്ടി കരുതുന്നവനുമായ കർത്താവിനെ നമ്മുടെ യുദ്ധങ്ങൾ ഏൽപ്പിച്ച് അവനായി കാത്തിരുന്നാൽ മതി. ജയം നേടിത്തന്നുകൊണ്ട് നമ്മെ എതിരേൽക്കുന്നവനായൊരു നല്ല കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു പറഞ്ഞു: ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ കഷ്ടത്തെ ജയിച്ചതുകൊണ്ട് നിങ്ങളും കഷ്ടത്തെ ജയിക്കും. ഇത് യേശുവിൻ്റെ വാക്തത്വമാണ്. നമ്മുടെ മുൻപിൽ നിന്നും മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാവിയെ തടയുന്ന പ്രതിസന്ധികളെ നോക്കി നാം നിരാശരാകാതെ യേശുവിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അവൻ്റെ മുഖം കണ്ടാൽ ആളാണെന്ന് തോന്നാത്ത വിധം റോമൻ പടയാളികൾ വിരൂപമാക്കി കളഞ്ഞു. ശരീരം ഇടിച്ചും അടിച്ചും മുൾക്കൊളുത്തുകളാൽ വലിച്ചു കീറിയും റോമൻ പടയാളികൾ ആഘോഷിച്ചു. മനുഷ്യവേഷം എടുത്ത് ഭൂമിയിലേക്ക് വന്ന ജീവനുള്ള ദൈവത്തോടാണ് അവർ ക്രൂരത കാണിച്ചു കൊണ്ടിരുന്നത്. കാരണം യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. അവനെ ആർക്കും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും മാനസാന്തരപ്പെട്ട കള്ളന് അവനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ യേശുവിനോട് നിലവിളിച്ചു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞു: ഞാൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. വലിയ കഷ്ടതയായിരുന്നു ആ കള്ളൻ അനുഭവിച്ചിരുന്നത്. തൻ്റെ തെറ്റുകൾ കൊണ്ടായിരുന്നു തൻ്റെ കഷ്ടത. രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെറിയ ഒരു പ്രാർത്ഥന കൊണ്ട് അവൻ്റെ നരക ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അവൻ്റെ കൂട്ടുകാരൻ അവനെപ്പോലെ തന്നെ കുരിശിൽ കിടക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്, വേദന കൊണ്ട് പൊളയുന്നുണ്ട്,
ജീവൻ പോകുന്നതുവരെയും അവൻ അങ്ങനെ തന്നെ പുളയേണ്ടി വരും. ഒടുവിൽ വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന പോലെ കുരിശിൽ നിന്നും മാനസാന്തരപ്പെടാത്ത കള്ളൻ നിത്യ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കാരണം അവൻ്റെ നിർണായക സമയത്തു പോലും യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞില്ല. കാരണം തൻ്റെ പാപങ്ങളേറ്റു പറയുവാനും ഉപേക്ഷിക്കുവാനും അവൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ നിത്യ യാതനാ സ്ഥലത്ത് കഴിക്കേണ്ടി വന്നു. അവനും റോമാ പട്ടാളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടു. യേശുവിൽ അവൻ അഭയം പ്രാപിച്ചില്ല എന്ന കാരണത്താൽ അവൻ നിത്യയാതനാ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. മാനസാന്തരപ്പെട്ടവൻ ഒരു വാക്കുകൊണ്ട് നരകവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ അനേക പ്രതിസന്ധികളും കഷ്ടങ്ങളും ജീവിതത്തിൽ ദാവീദ് നേരിട്ടതുപോലെ വന്നേക്കാം. യുദ്ധം യഹോവയ്ക്കുള്ളതാകയാൽ നാം ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യുവാൻ പോകാതെ കാര്യം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവനായി കാത്തിരിക്കുക. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ്. ആകയാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിച്ച് വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കുകയും യേശുവിനെ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. യഹോവ പീഡിതനൊരു അഭയസ്ഥാനമാണ്. ആകയാൽ നമുക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രതിസന്ധികൾ മൂലം ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുത്ത പ്രതിസന്ധിയിൽ നിന്നും മോചനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമാധാനവും പ്രത്യാശയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാൻ ഇടവരാതെ അവരെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.